അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ 3-4 ദിവസമായി അല്ലേ? 3-5 ദിവസം കഴിഞ്ഞു. മഴയും വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങള്, പിന്നെ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഇവിടുന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ദിവസമായിട്ടൊരു യാത്രയൊക്കെ പോയി, പേട്ട വഴിയും വാഗമൺ വഴിയൊക്കെ പാലാ വഴിയൊക്കെ പോയി. ഒരുപാട് മണ്ണിടിച്ചിലും ഉരുള് പൊട്ടി കിടക്കുന്നത് കണ്ടു, മണ്ണിടിഞ്ഞ് കിടക്കുന്നത് കണ്ടു. വഴിയെല്ലാം ശോകം. അതായത് നമ്മുടെ വാഗമണ്ണ് കഴിഞ്ഞ് തീക്കോയി വരെയുള്ള വഴി വളരെ ശ്രദ്ധയോടെ പോകണം. അടിവശമൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വഴി നിൽപ്പുണ്ട്, വെള്ളം ഒഴുകി വന്നേ. അപ്പോൾ അതെല്ലാം നമ്മൾ ചെറിയ ഓട്ടോയും കൊണ്ട് നമ്മൾ സൈഡ് പറ്റിപ്പോരുന്നതല്ല, പാരവണ്ടികളും വലിയ വണ്ടികളും ഒക്കെ പോകുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ വഴിയെല്ലാം ഒരുപാട് ഡാമേജ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ 3-4 ദിവസം വീഡിയോ ഇടാതിരുന്നതിന് പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളമ്മയ്ക്ക് ചെറിയൊരു അസിഡിറ്റി പ്രോബ്ലം അല്ലേ? വയറ്റിലൊരു ചെറിയ എരിച്ചിലോ, ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഒരു എരിച്ചില്, പിന്നെ കിടക്കുന്ന സമയത്തൊക്കെ ഒരു ഗ്യാസ് കയറുക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ 2-3 കാണിച്ചായിരുന്നു. അപ്പം ഗ്യാസ്ട്രോളജി അല്ലേ, ഗ്യാസ്ട്രോളുടെ ഡോക്ടർ നമ്മുടെ ഇവിടെ ഇല്ലായിരുന്നു. കട്ടപ്പന ഒരു പ്രാവശ്യം കണ്ടുപോയിരുന്നു. കട്ടപ്പന ആഴ്ച ഒരു ദിവസം വരുന്നത്. നമ്മൾ ആ കൃത്യസമയത്ത് ചെന്നാലേ അവരെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഞങ്ങൾ പാലാ മെഡിസിറ്റിയിൽ പോയി, മാർസ്ലീവ മെഡിസിറ്റിയിൽ പോയി ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഒരു ദിവസം നമ്മൾ ആയിട്ട് പറഞ്ഞ അഡ്മിറ്റൊന്നും ആക്കിയതല്ല, നമ്മൾ പറഞ്ഞു ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് നമുക്ക് നോക്കാം, എല്ലാം ചെക്ക് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഒരു ദിവസം നമ്മളവിടെ തങ്ങി. അങ്ങനെ എല്ലാ ചെക്കപ്പുകളും ചെയ്തു. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റിയുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കട്ടപ്പന ആശുപത്രിയിൽ കാണിച്ചപ്പം ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞായിരുന്നല്ലോ. അന്നേരം നമ്മുടെ ഇവിടെ ആഴ്ച ഒരു ദിവസം ഗ്യാസ്ട്രോയുടെ ഡോക്ടർ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അന്ന് ദിവസം പോകാൻ പറ്റിയില്ല. നമുക്ക് പലകൂട്ടം കാര്യങ്ങളുള്ളതുകൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ പാലാ മെഡിസിറ്റിയിലോട്ട് പോയി. അവിടെ പോയി ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ കണ്ടു. നല്ലൊരു ഡോക്ടറാണ് കേട്ടോ. അവിടെ ചെന്ന് കണ്ടതേ പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ പറഞ്ഞു, ഇച്ചിരി നേരത്തെ വരണ്ടായിരുന്നു, ഇത് നേരത്തെ വന്നിരുന്നു, നമുക്ക് പെട്ടെന്ന് മാറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നല്ലൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, കുട്ടനാണെങ്കിലും രാധമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. രാധമ്മയ്ക്കാണേലും ഡോക്ടറെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്നു ചോദിച്ചാൽ ഇടപെടാനും നമ്മളോട് രോഗവിവരം കൃത്യമായിട്ട്, നമുക്കൊരു രോഗിയും ഡോക്ടറുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ. അതായത് നമ്മളോട് തുറന്നുള്ള കാര്യങ്ങൾ പറയുകയും ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് പകുതി അസുഖങ്ങൾ മാറും. അപ്പം മോളമ്മയുടെ ഒരു ഭയങ്കര ഒരു പേടിക്കുന്ന രീതിയിലായിരുന്നു മോളമ്മ ആദ്യം ആശുപത്രി ചെന്നത്. അപ്പോൾ അന്നേരത്തേക്ക് പുള്ളി പറഞ്ഞ അത്ര പിന്നെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ ഭക്ഷണത്തേലൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഈ 45-50 വയസ്സാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെറിയ തുടക്കങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാകും, ദഹനക്കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഗ്യാസിൻ്റെ, ഷുഗർ. അപ്പം അതെല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തന്നു. എല്ലാം നല്ലപോലെ ചെക്കപ്പ് ചെയ്തു. തൽക്കാലത്തേനുള്ള മരുന്ന് ഒരു 3 മാസത്തേനുള്ള മരുന്ന് കഴിക്കണമെന്നാണ് പറഞ്ഞത്. അതിനിടയ്ക്ക് ഒരു ചെക്കപ്പ് കൂടെ ഉണ്ട് അല്ലേ? 10 ദിവസം കഴിയുമ്പോൾ ഒരു ചെക്കപ്പ് കൂടെ ഉണ്ട്. പിന്നെ വളരെ സന്തോഷമായിരുന്നു. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ കൃഷി കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് നഴ്സറികൾ കാണുമ്പോഴത്തേക്കും ചെടിയും മറ്റ് തൈകളും ഒക്കെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ്. മോളമേനെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് രാധമേനെ ആക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ കുറേ തൈയൊക്കെ മേടിച്ചോണ്ടാണ് പോകുന്നത്. കാരണം മോളമേനയും കൊണ്ട് കയറി കഴിഞ്ഞാൽ മോളമേ എല്ലാം ഒന്നും മേടിക്കാൻ സമ്മതിക്കുക. അതുകൊണ്ട് ഞാൻ 2 തെങ്ങും തൈയും ഒരു റംബുട്ടാന് അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ, കുറേ പ്ലാവ് തൈയും, പിന്നെ ഇവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ പോയപ്പോൾ കുറേ കൊടി തൈയും ഒക്കെ എടുത്തു. കാരണം നമ്മളിവിടെ ഇപ്പോൾ പാട്ടം എടുത്തതിനകത്ത് കുറച്ച് കൊടിയൊക്കെ ഇടാമെന്നുള്ള ഒരു പ്ലാനുണ്ട്. പിന്നെ നമ്മുടെ ഇതിനകത്ത് തന്നെ കുറച്ച് സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ആയിരിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. ഇന്ന് ചെറിയൊരു തോർച്ചയും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് അല്ലേ? കുട്ടണ്ണ പണ്ട് തൊട്ടേ നഴ്സറി കാണാൻ പാടില്ല. നഴ്സറി കണ്ട അന്നേരം അവിടെ കയറണം. കൊച്ചിലെ ഞാൻ നഴ്സറി പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കും നഴ്സറി കാണുമ്പോൾ അങ്ങോട്ട് പോകണമെന്നൊരു ചിന്ത. പിന്നെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. അസിഡിറ്റിയുടെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 2-3 മാസം അടുപ്പിച്ച് മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ചാൽ അതങ്ങ് മാറിക്കോളും, പൂർണ്ണമായിട്ട് മാറിക്കോളും എന്ന് പറഞ്ഞു. പിന്നെ നമ്മളിപ്പം നേരത്തെ ആണെങ്കിൽ ഞാൻ ആടിന് തീറ്റ ചേർത്താനും അത്യാവശ്യം നമുക്ക് തൊഴിലുറപ്പിനും ഒക്കെ പോയിക്കൊണ്ടിരുന്നല്ലോ. ഡോക്ടർ പറഞ്ഞു നല്ലവണ്ണം വ്യായാമം ചെയ്യണം. ഇപ്പം ഒത്തിരി കാര്യം പറഞ്ഞാൽ നമ്മൾ പണികൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേതായ പണികളും, അല്ലെങ്കിൽ പറമ്പിലാണെങ്കിൽ കുട്ടേട്ടൻ പോകുമ്പോൾ കുട്ടേൻ്റെ കൂടെ എന്നേലും സഹായിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ
ഭയങ്കര കഠിനമായിട്ട് അധ്വാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നല്ലോണം വ്യായാമം ചെയ്യണം, നടക്കുക, രാവിലെ ഒരു 10-35 മിനിറ്റെങ്കിലും നടക്കുകയും ഒക്കെ ചെയ്യുക. പിന്നെ കൺട്രോൾ ചെയ്യാൻ ആഹാരം എല്ലാം ഒന്നും കഴിക്കാൻ പറ്റുകയില്ല. പുളി, എരിവ് അങ്ങനെയുള്ളതൊക്കെ കുറച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ക്രമീകരിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. നമുക്കതുകൊണ്ട് ഇങ്ങനെ ആശുപത്രി 2 ദിവസം നമുക്ക് ഇവിടുന്ന് പാല പോകണമെങ്കിൽ തന്നെ 2-2.5 മണിക്കൂർ വേണം അല്ലേ? 2 മണിക്കൂർ യാത്ര 2 മണിക്കൂർ യാത്ര ഉണ്ട്. അവിടെ പോയി ഡോക്ടറെ കണ്ടു, തിരിച്ചു വന്നു, അങ്ങനെയൊക്കെ സമയം പോയി. 2 ദിവസം വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റിയില്ല. ശ്രീകോട്ടിനും ചെറിയ പനിക്കോളും ചുമയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവന് ക്ഷീണമായിരുന്നു. ഞാൻ പറഞ്ഞു നിന്റെ പനിയൊക്കെ ഒന്ന് കുറയട്ടെ, 2 ദിവസം നീ വിശ്രമിക്കുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് താമസമല്ലേ, എന്നിട്ട് നീയും ഒന്ന് റെസ്റ്റ് എടുക്കുക, ഞാനും ഒന്ന് റെസ്റ്റ് എടുക്കാം. അതോർത്ത് നമ്മൾ 3-4 ദിവസം വീഡിയോ ഇടാതിരുന്നത്. എന്നിട്ട് നമ്മുടെ അടിപൊളി വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവരും കാണുക. അന്നേരം ഇനിയും തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എന്നും ഇടുന്നതായിരിക്കും. പുതിയ പുതിയ വിശേഷങ്ങളും നല്ല അടിപൊളി വിശേഷങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു വിശേഷം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും നോക്കിയിരിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതല്ല, പ്രധാനമായിട്ട് കാത്തിരുന്ന് കാണാൻ പറ്റുന്ന കുറേ വീഡിയോ വരുന്നുണ്ട്. അതെ അതെ, എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന, എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന നല്ല നല്ല വീഡിയോസ് ഇനി വരുന്നുണ്ട്. എല്ലാവരും അന്നേരം തുടർച്ചയായിട്ട് കാണുക. പിന്നെ നമ്മൾ 3-4 ദിവസം വീഡിയോ ഇട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ 2-3 പേരെ നമ്മൾ കണ്ടു കേട്ടോ. പാല മെഡിസിറ്റി വെച്ച് കണ്ടു. അവര് നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരു മോൾ ആദ്യം ഓടി വന്നത് അല്ലേ. അപ്പം വെളിയിലുള്ളൊരു ആൻറ്റി നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതായിരുന്നു. നമ്മുടെ കൂടെ രാധമ്മ ഉണ്ടായിരുന്നു. രാധമ്മയ്ക്ക് സത്യത്തിൽ താഴെയായിരുന്നപ്പോൾ രാധമ്മയുടേതായ കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളും, കാരണം ഒത്തിരി വർഷം അവിടെ താമസിച്ചതല്ലേ, കുറേ പച്ചക്കറിയും ചീര ഇലവർഗ്ഗങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഇവിടെ വന്നപ്പോൾ അതൊന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഒരു ശകലം ക്ഷീണമൊക്കെ അല്ലേ, ഒരു ശകലം ക്ഷീണമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ചീരയും പച്ചക്കറിയും ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിക്കണം. രാധമ്മയ്ക്ക് പച്ചക്കറികളൊക്കെ വലിയ താല്പര്യമാണ്. പിന്നെ ഇത്രയും പ്രായമുണ്ട്, മകൾക്കൊരു മേലാഴിക വന്നപ്പം പരക്കം പാഞ്ഞ് വന്നു. ഭയങ്കര ക്ഷീണിതയായിരുന്നു. ഒരു ദിവസം അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്തു. 1-2 ദിവസം അല്ലേ, ഒരു രാത്രി. ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ എൻ്റെ കൂടെ വന്നു, ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കൂടെ വന്നു. അപ്പം രാധമ്മ തൊട്ടടുത്തുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു സമയമാണിപ്പോൾ. പക്ഷേ ഇപ്പം മോളെ രാധമ്മയാണ് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാധമ്മേനെയും ഞങ്ങളെ എല്ലാവരെയും കണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ കുറേ ആൾക്കാർ തിരിച്ചറിഞ്ഞ് നമ്മളോട് വന്ന് സംസാരിച്ചു. വളരെ സന്തോഷമുണ്ട് അല്ലേ. നമ്മള് ചീട്ടെടുക്കാൻ നിന്നപ്പം ഒരു ചേച്ചി വന്ന് നമ്മളോട് വർത്താനം പറഞ്ഞു. അയ്യോ, അവർ ചോദിക്കുന്നത് തന്നെ ആരും ചോദിക്കുന്നത് ശ്രീകുട്ടൻ എന്ത് ചെയ്യും, ശ്രീകുട്ടന് സുഖമാണോ എന്നാണ്. ശ്രീകുട്ടന് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങള് മരുന്ന് മേടിക്കുന്നിടത്ത് ചെന്നപ്പോഴാണ് മരുന്ന് മേടിക്കുന്നിടത്ത് ചെന്നപ്പം അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നു. അയ്യോ, ഇത് നിങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ, നിങ്ങളാണോ എന്ന് ഞാനിങ്ങനെ നോക്കി നിൽക്കുക എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. വർത്താനമൊക്കെ പറഞ്ഞു. എന്നും വീഡിയോ കാണുന്ന, ഇപ്പം 2 ദിവസമായിട്ട് വീഡിയോ ഇല്ലല്ലോ, എന്നാ ഇടാത്തെ എന്നൊക്കെ ചോദിച്ചു. നിങ്ങളെ എന്തായാലും ഒരു പൂവോ ചെടിയോ എന്തായാലും കാണിച്ച് വീഡിയോ ഇടണം കേട്ടോ, ഞങ്ങൾ നോക്കിയിരിക്കുമോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശ്രീകുട്ടനെ കൊണ്ട് നമ്മൾ സ്മിത ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ ചെന്നപ്പം ഇഷ്ടം പോലെ സിസ്റ്റർമാരും മൊത്തം നമ്മുടെ വീഡിയോ കാണുന്നവരായിരുന്നു. അവിടെയും കുറേ പേര് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എന്നൊരു പ്രസ്ഥാനത്തിലേക്ക് വന്നതിൻ്റെ പേരിലാണ് കുറേ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നത് കേട്ടോ. എവിടെ പോയാലും നമ്മളെ ഒരാളെയും തിരിച്ചറിഞ്ഞ് നമ്മളോട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷവും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവുമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നമ്മളോട് ചിലരുണ്ട്, നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിലും നമ്മളോട് കയറി ഒന്നും മിണ്ടാനായിട്ട് ഒരു സംശയം കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ പാല ആശുപത്രിയിൽ നിന്നപ്പം ഒരു ചേച്ചി, ഒരു ആൻറ്റി, വെളിയിൽ ജോലി ചെയ്യുന്ന ആൻറ്റി കൂടെ നിന്ന കൊച്ചിനോട് പറഞ്ഞു, ഇത് വ്ളോഗറാണ്, ഞാൻ സ്ഥിരം വീഡിയോ കാണുന്നതാണ്. വെളിയിലായിരുന്നപ്പോൾ പുള്ളിക്കാരത്തി വെളിയിലായിരുന്നു, ഇപ്പോൾ അവധിക്ക് വന്നേക്കുക, അപ്പം കാണുന്ന വ്ളോഗറാന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് മിണ്ടാൻ മടിയാന്ന് പറഞ്ഞു. അന്നേരം കൊച്ച് കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു വ്ളോഗറാണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു മോള് വീഡിയോ കാണുന്നുണ്ടോ? അന്നേരം എന്നോട് പറഞ്ഞു ഞാനല്ല ആൻറ്റിയാണ് കാണുന്നതെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ആൻറ്റി ഇവിടെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മളെ തിരിച്ചറിഞ്ഞ് ആര് വന്ന് സംസാരിച്ചാലും നമ്മളതൊരു ക്രെഡിറ്റായി നമുക്കൊരു കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കേട്ടോ അത് കാണുന്നത്. അതുകൊണ്ട് ഇനിയും നമ്മളെ കാണുമ്പോൾ എല്ലാവരും ഓടി വന്ന് പ്രധാനമൊക്കെ പറയണം. ഞങ്ങൾ ഇനിയും വരുന്നുണ്ട് പാലായ്ക്ക്. ഇനി അടുത്ത ഇടയ്ക്കെല്ലാം ഒരു 2-3 യാത്രയുണ്ട്. ആശുപത്രി കേസ് തന്നെയല്ല, വേറെ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ പാലായ്ക്ക് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒത്തിരി പേരെ നമ്മൾ കാണാനും അല്ലേ മിണ്ടാനും ഒക്കെ ഇട ഉണ്ടാവും. അതെ അതെ, അത് തന്നെയല്ല നമ്മുടെ വീഡിയോ കാണുമ്പം എല്ലാവർക്കും നമ്മളെ അറിയാം.
പക്ഷെ നമുക്ക് അറിയത്തില്ലല്ലോ ആരാ എന്താന്ന്. അന്നേരം ഇങ്ങനെ നമ്മളോട് കാണുമ്പോൾ വന്ന് മിണ്ടുമ്പോഴല്ലേ അവര് നമുക്ക് പരിചയപ്പെടാനും ഒന്ന് കാണാനും നമ്മുടെ വീഡിയോ കാണുന്നവർ ആരാന്ന് ഒന്ന് അറിയാനും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നമ്മളോട് വന്ന് മിണ്ടുക, അല്ലാതെ നമ്മൾ മാറി നിൽക്കുന്നതല്ല കേട്ടോ. അന്നേരം ചിലവരോർക്കും ഇവര് ഇത് ബ്ലോഗർ ആയതുകൊണ്ട് ഞങ്ങൾ മിണ്ടുവോ മിണ്ടാതിരിക്കുവോ എന്നൊക്കെ ഒരു മനസ്സിലൊരു തോന്നലുണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഏർപ്പാടും ഇല്ല. എല്ലാവരും നമ്മളെ കാണുമ്പോൾ ഓടി ഒന്ന് മിണ്ടണം. നമുക്കത് സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരെയും ഞങ്ങൾക്കൊന്ന് കാണാമല്ലോ, അതോർത്ത് മാത്രം കേട്ടോ. പൊന്തരി മണലിൽ സുന്ദര വിരലാലൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണത്തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ കാതരയാം മൊഴിയാണോ? ചിറകടിയുണരും ചില്ലയിലറിയാതൊരു തളിരുലയുമ്പോൾ അകമാകെ പൂക്കുന്ന സ്വരമഴയിൽ മധുമാസമോ മധുഹാസമോ? മുഖക്കിനാവിൽ മിന്നും ഇവളെ മണ്ണിലിറങ്ങിയ തൂമിന്നൽ മഴ തേരേറി വരും മിന്നൽ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാൽ ഇവളാണല്ലോ എന്നുള്ള തുടിച്ചതും ഇവളെ കാണാനല്ലോ. പൊന്തരി മണലിൽ സുന്ദര വിരലാലൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണത്തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ കാതരയാം മൊഴിയാണോ? ചിറകടിയുണരും ചില്ലയിലറിയാതൊരു തളിരുലയുമ്പോൾ അകമാകെ പൂക്കുന്ന സ്വരമഴയിൽ മധുമാസമോ മധുഹാസമോ? മുഖക്കിനാവിൽ മിന്നും ഇവളെ മണ്ണിലിറങ്ങിയ തൂമിന്നൽ മഴ തേരേറി വരും മിന്നൽ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാൽ ഇവളാണല്ലോ എന്നുള്ള തുടിച്ചതും ഇവളെ കാണാനല്ലോ. നമ്മൾ പാലായി മാസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വന്നേക്കുന്ന കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. ഒത്തിരി കേട്ടിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിനെ പറ്റി. മാസ്ലീവ മെഡിസിറ്റി പാല കേട്ടോ. കോട്ടയംകാർക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെയുള്ള ഞാൻ പറയാവേ. പിന്നെ ഉണ്ടോ ഈ സൈഡും വഴി ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ടോ. രാധമ്മയും കുട്ടേട്ടനും കൂടാണ് സൈഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം നമ്മളെ അഡ്മിറ്റാക്കി. അത് എന്തിനാണെന്ന് ഞാൻ പറയാം. അന്നേരം നമ്മുടെ ബാഗും സഞ്ചിയും കുടയൊക്കെ നമ്മുടെ ഓട്ടോയിൽ ഇരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയയിൽ ഓട്ടോ ഇട്ടേക്കുവാണ്. അന്നേരം അവിടെ പോയി നമ്മുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് വേണം ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് പോകാനായിട്ട്. നമ്മളൊരു മുറി എടുത്തു. ഇന്ന് അവിടെ ആ മുറിയിലാണ് നമ്മൾ തങ്ങുന്നത്. രാധമ്മ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാന്ന് എൻ്റെ കൂട്ടിന് വന്ന കേട്ടോ രാധമ്മയും കുട്ടേട്ടനും. മടുത്തോ നടന്ന് കിടന്ന? തന്നെ വിടാൻ പറ്റിയല്ലേ കേട്ടോ. ഒറ്റ മോളാ, നോക്കിപ്പറക്കി എടുക്കേണ്ട അമ്മയുടെ കടമയാ. അമ്മ എന്നെ ഒത്തിരി കൊഞ്ചിച്ച് വളർത്തിയോണ്ട് അമ്മ പറയുന്നത് എപ്പോഴും ഞാൻ കൊഞ്ചിപ്പെണ്ണാന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ 2 പിള്ളേരേ ഉള്ളല്ലോ, ചേട്ടായി ഞാനും മാത്രം. അന്നേരം അമ്മ പറയുന്നത് എനിക്ക് ഭയങ്കര കൊഞ്ചിച്ച എന്നാണ് പറയുന്നത്. എല്ലാവരും പറയണം എനിക്ക് കൊഞ്ചിച്ചുണ്ടോന്ന് കേട്ടോ. എനിക്ക് ഒരു കൊഞ്ചിച്ചേ ഇല്ല. എന്നേലും പറയുമ്പോൾ ഉടനെ സങ്കടം വരുമെന്ന്. അത് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. അന്നേരം നമുക്ക് പോകാം. കുട്ടേട്ടനെ അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അന്നേരം ഇതിലെ അപ്പുറത്തോട്ട് മാറിയാണ് നമ്മൾ ഓട്ടോ പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്കന്നേരം നമ്മുടെ ഓട്ടോ പോയി എടുത്തുകൊണ്ട് വരണം. എന്നാൽ ഒരു കാര്യം ചെയ്യാമേ, അമ്മ ഇവിടെ നിന്നു, ഞാനും കുട്ടനും കൂടെ പോയി ബാഗ് എടുത്തുകൊണ്ട് വരാം. ഈ മരത്തിൻ്റെ ചോട്ടിൽ നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട, മുട്ടുവേദനയല്ലേ. എന്നാൽ ഇവിടെ നിന്നു, ഞങ്ങൾ വിളിക്കാം കേട്ടോ. ഇതിലേ കയറി പോന്നേ, ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിലേ കയറുന്നേ. എന്നാൽ ഇവിടെ നിന്നു, വല്ലവരും തട്ടിക്കൊണ്ട് പോവോ പിന്നെ എന്നെയോ. അന്നേരം ഇതാ പാർക്കിംഗ് ഏരിയ കേട്ടോ. താഴെ ഉണ്ടൊരെണ്ണം, അതിൻ്റെ താഴെ ഉണ്ടൊരെണ്ണം, 2-3 ഇടത്തുണ്ടേ. നമ്മളിവിടെയാണ് കൊണ്ട് നമ്മുടെ ഓട്ടോ ഇട്ടിരുന്ന. അത് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം സഞ്ചിയൊക്കെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് പോകാനായിട്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ വണ്ടിയുടെ ഒരു പ്രളയം തന്നെയാണ്. ഇത്ര സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏതാനും മേളിഭാഗം മാത്രം കേട്ടോ, താഴോട്ടും കൂടെ ഉണ്ട്.
ഞങ്ങൾ ഈ മേളി ഭാഗത്ത് ഗ്യാസ്ട്രോയുടെ ഡോക്ടറെയാണ് കണ്ടത്. അന്നേരം ഈ ഏരിയ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഗ്യാസ്ട്രോയുടെ OP ആണേ. നമ്മളിവിടെ വന്ന ആദ്യം കണ്ടത്, അത് കഴിഞ്ഞാണ് ഡോക്ടറെയൊക്കെ കണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു കേട്ടോ. നമുക്ക് 3 മണിക്ക് മുമ്പായിരുന്നു കാണേണ്ടത്. നമ്മൾ ഡോക്ടറെ കണ്ടു. എന്നിട്ട് നമ്മളെ ഇവിടെ ഒരു ദിവസത്തെ അഡ്മിറ്റാക്കി. അതിനിവിടെ മുറിയൊക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങേയറ്റത്ത് കണ്ട ഒരു കുഞ്ഞുവാവ് നിൽക്കുന്നത്. ഭയങ്കര കളിയാണ് കേട്ടോ. കുറച്ച് നേരമായിട്ട് ഞാൻ അവനെ നോക്കി ഇരിക്കുമായിരുന്നു. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞത് ഡോക്ടറെ കാണാൻ വേണ്ടിയേ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. രാധമ്മ ഇങ്ങനെ ഇരുന്നിരുന്ന് മടുത്തു. എപ്പോഴാണ് ഇനി മുറി ശരിയായി കിട്ടുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. വണ്ടിയിൽ ഓട്ടോയിലിരുന്ന് മടുത്തു. പിന്നെ അതുകൂടാതെ ഇവിടെ വന്നിരുന്നു മടുത്തു കേട്ടോ. ഏകദേശം അരമണിക്കൂർ മിച്ചമായി ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. മുറിയൊക്കെ ക്ലീനാക്കി കിട്ടുന്നതേ ഉള്ളൂ. പേഷ്യൻ്റ് ഒഴിഞ്ഞു കൊടുത്താലേ മുറിയൊക്കെ ക്ലീനാക്കി നമുക്ക് കിട്ടുകയുള്ളൂ. എല്ലാ മുറിയിലും ആളുണ്ട്, നല്ല തിരക്കാണ്. അപ്പം നമുക്ക് മുറി കിട്ടിയിട്ടുണ്ട്. ഒരു പെൺകൊച്ചു വന്ന് നമ്മളോട് പറഞ്ഞു മുറി ശരിയായിട്ടുണ്ട്, എല്ലാം ക്ലീനൊക്കെ ആക്കി വൃത്തിയാക്കി അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ. രാധമ്മയുണ്ട് എൻ്റെ കൂടെ. കുട്ടൻ എന്നെ കൊണ്ടുവിട്ടിട്ട് വീട്ടിലോട്ട് പോയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പട്ടിക്കുഞ്ഞും സേറമോളും നമ്മുടെ മുയലും കോഴിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് രാധമ്മേനെ എൻ്റെ അടുത്ത് നിർത്തിയിട്ട് കുട്ടേട്ടൻ വീട്ടിലോട്ട് പോയി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നാളെ രാവിലെ വിളിച്ചാൽ മതി എന്നൊക്കെയാണെന്ന് പറഞ്ഞ് പോയതാട്ടോ. ഞാനും അമ്മയും കൂടെ നടന്ന് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന പെൺകൊച്ചാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. വഴിയൊക്കെ കാണിച്ചിങ്ങനെ പോവുകയാണ്. അപ്പം രാവിലെ നല്ല തോർച്ചയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പം തൊട്ടങ്ങ് മഴ തുടങ്ങി. ഒരു 12:15 തൊട്ടങ്ങ് മഴ തുടങ്ങി. ഇപ്പോഴും മഴ മാറിയിട്ടില്ല, ചാറി ചാറി നിൽക്കുകയാണ്. രാവിലെ കുട്ടേട്ടൻ നമ്മുടെ ഓർക്കിഡിൻ്റെ ചെടിയെല്ലാം കൊഴിഞ്ഞ ഇലയൊക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് ചീഞ്ഞ് നിൽക്കുന്ന എല്ലാം കണ്ടിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം ഒന്ന് വൃത്തിയാക്കി പറക്കി വെച്ചു. ഇതുകൊണ്ടോ എല്ലാ ചെടികളും അഴുകിയതെല്ലാം കണ്ടിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി തന്നെ വെച്ചു. കുട്ടേട്ടൻ സിറ്റിക്ക് പോയതാണേ. നമ്മുടെ വീട്ടിൽ ഇന്ന് പ്രാർത്ഥനയാണ്. എന്നിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഉപ്പുപറക്കി പോയേക്കുക. ഇതുകൊണ്ടോ കുട്ടേട്ടനെല്ലാം ചെടിയെല്ലാം ഇങ്ങോട്ട് കയറ്റി വെച്ചു കേട്ടോ. നമ്മുടെ പിങ്ക് കളറിലെ ഡെയ്സി ഉണ്ടോ, ചെറിയ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത്. എല്ലാം കഴുകി ചട്ടിയെല്ലാം തൂത്ത് ഇതുണ്ടോ വൃത്തിയാക്കി സിറ്റൗട്ടിലോട്ട് കയറ്റി വെച്ചതാണേ. മഴ നനഞ്ഞാൽ ഇത് പോവേ. ഇപ്പം അടമഴയല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റി വെച്ചു. പിന്നെ രസമാണ് ഇതൊക്കെ നിൽക്കുന്നത് കാണാം കൊലയായിട്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ വിളക്കൊക്കെ കഴുകിക്കൊണ്ട് വൃത്തിയാക്കി വെച്ചതാണ്. മഴ ഒത്തിരി പെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ചുകൊണ്ട് വെച്ചു. ഇനിയിപ്പം വിളക്കിൽ എണ്ണയും തിരിയൊക്കെ ഇടണം. ഞാൻ നമ്മുടെ കുഞ്ഞ് ടേബിളിലോട്ട് ഒരു മഞ്ഞ വിരിയൊക്കെ വിരിച്ചു. എന്നിട്ട് വിളക്കൊക്കെ കത്തിക്കാൻ ഓർത്തുകൊണ്ടാണേ. ഈ ദീപാങ്കോട്ട് നമ്മുടെ മുറിക്കകത്തോട്ടൊന്ന് മാറ്റിയാലേ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഞായറാഴ്ച ദിവസം എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ഇവിടെ 4 മണിക്ക് പ്രാർത്ഥനയുണ്ട് കേട്ടോ. അന്നേരം 10-15 പേര് എന്തായാലും വരും. ഓരോ ഗ്രൂപ്പ് തിരിച്ചേക്കും, അതാണ് ആൾ കുറവ്. എന്നാലും 10-15 പേര് എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. അന്നേരം പ്രാർത്ഥന കൂടാനായിട്ട് ആദ്യം ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ആരാന്ന് ചോദിച്ചാൽ രാധമ്മയാണേ. മഴയത്ത് കുടയൊക്കെ ചൂടി വരുന്നുണ്ട്. എന്തേലും ഇവിടെ പണികളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടി ഇച്ചിരി നേരത്തെ വരുന്നത് കേട്ടോ. ഇപ്പം സമയം 3:30 ആയതേ ഉള്ളൂ. നമുക്കിവിടെ പ്രാർത്ഥന തുടങ്ങുന്നത് 4 മണിക്കാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇച്ചിരി നേരത്തെ കയറി പോയാന്ന്. അതുകൊണ്ട് 3:30 ആയപ്പോഴത്തേന് വരുന്നുണ്ട്. നമ്മുടെ നടയിൽ ഇച്ചിരി തെന്നലുണ്ടേ, മഴയൊക്കെ അല്ലേ. അതുകൊണ്ട് ഇപ്പം എപ്പം വന്നാലും അപ്പുറത്തെ സൈഡിൽ കൂടിയേ കയറി വരുള്ളൂ. പേടിയാവും നടയിൽ കൂടെ കയറി വരാനായിട്ടേ. അഥവാ തെന്നുകയോ വല്ലതും ചെയ്താലോ. 3:30 ആയപ്പം വരണമെന്ന് പറഞ്ഞിട്ട് 3:45 ആയല്ലോ. ആരും വന്നൊന്നുമില്ല. കുട്ടേട്ട സിറ്റിക്ക് പോയേക്കുവാ. ചേട്ടായി വരുമോ? ഉറങ്ങുന്നോ? എന്നാൽ നമുക്ക് കൂടാ. വണ്ടി വരുന്നുണ്ട്, കുട്ടേട്ടനാണെന്ന് തോന്നുന്നു. സാരി ഒന്നും എടുക്കണ്ട, ഇത് മതി. ഫോൺ വെക്കണം അല്ലേ. അന്നേരം സിറ്റിക്ക് പോയിട്ട് കുട്ടേട്ടൻ വരുന്നുണ്ടേ. മഴയായതുകൊണ്ട് നമ്മുടെ വഴി വീണ്ടും ചെറുതായിട്ട് ചെടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? പാലൊക്കെ അല്ലേ? ആരും വന്നില്ല, വരുന്നതേ ഉള്ളൂ. 4 മണിക്കല്ലേ പ്രാർത്ഥന. രാധമ്മ മാത്രം വന്നു. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പുറത്തുള്ള ബെൽ ബട്ടനൊക്കെ ഒന്ന്